hello everyone, assalamu alaikum. So once again welcome back to my channel. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പിയേഴ്സ് സോപ്പ് വെച്ചിട്ട് എങ്ങനെ ഒരു വൈറ്റനിങ് സോപ്പ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് കൊടുന്നിട്ടൊക്കെ നമ്മൾ ഈ ഒരു സോപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഷോപ്പുകളിൽ നിന്ന് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പിയേഴ്സ് സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ 98% അടങ്ങിയിട്ടുള്ളത് ഗ്ലിസറിനാണ്, പ്യൂർ ഗ്ലിസറിനാണെന്നാണ് ഇവർ പറയണത് കേട്ടോ. അതുപോലെ തന്നെ നാച്ചുറൽ ഓയിൽസും പ്യൂർ ഗ്ലിസറിനാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്നാണ് പറയണത്. കാരണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണ് അല്ലേ. അതർ ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്നുണ്ട് ലുക്ക് യങ് സ്റ്റേ യങ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ബാക്കി 2% ആണ് അവർ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ സോപ്പ് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കലേ ഇല്ല. നമ്മൾ ഓൾറെഡി സോപ്പൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കലില്ല കേട്ടോ. അപ്പോൾ ബേസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിക്കാൻ പറ്റാത്ത വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഒരു വൈറ്റനിങ് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം, ഈ ഒരു പിയേഴ്സ് സോപ്പ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെയധികം പേര് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വീഡിയോസാണ്, നല്ല ഇഷ്ടമാണ് അവർക്ക്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മുന്നത്തെ ഒരു സോപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. ഹണി സോപ്പ് ഉണ്ടാക്കിയതാണ്, ഒരു വെറൈറ്റി സോപ്പായിരുന്നു. അതുപോലെ തന്നെ ഒരു കളർഫുള്ളായിട്ടുള്ള സോപ്പും, അങ്ങനെ കുറച്ച് വെറൈറ്റി സോപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സോപ്പ് മേക്കിംഗ് വീഡിയോസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ഏറ്റവും ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഇൻഗ്രീഡിയൻസും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കുന്നവർ ജസ്റ്റ് ഈ ഒരു പാക്ക് പോലെ ആക്കിയിട്ട് ഇട്ടാലും ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ, ഒരു പാക്കും കൂടാണ്. അല്ലെങ്കിൽ ഈ ഒരു സോപ്പ് കൂടി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫുൾ ബോഡി വൈറ്റനിങ് ആ ഒരു എഫക്റ്റും കൂടി കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ, റൈസ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അരിപ്പൊടിക്ക് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ, കുറച്ചൊരു ലൂസ് പരുവത്തിൽ ആവുന്ന രീതിയിൽ നമുക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. എന്നിട്ട് അത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഞാനിതാ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യരുത് കേട്ടോ. ഏകദേശം ഒരു കണക്ക് നമുക്ക് അറിയണം, എങ്കിലേ നമുക്കത് കട്ടായിട്ട് വരുള്ളൂ. കാരണം ഇത് നമ്മുടെ നോർമൽ ബേസ് അല്ല, സാധാ നമ്മുടെ പിയേഴ്സ് സോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ പൊടിയൊക്കെ വാരി വലിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കണക്കൊന്നും അറിയാതെ കുറേ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് കട്ടായി സെറ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം, ഞാനിപ്പോൾ ഇവിടെ ഒരു പൗഡർ 2 ടീസ്പൂണാണ് കേട്ടോ പൗഡർ എടുത്തിട്ടുള്ളൂ, റൈസ് പൗഡർ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള പാകത്തിനുള്ള പാലുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ. വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റഡ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കാരണം ഞാൻ 2 ഡ്രോപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ 75 ഗ്രാമാണ് ഞാൻ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 സോപ്പാണ്, അപ്പോൾ 150 ഗ്രാമിൻ്റെ സോപ്പാണ്. അപ്പോൾ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല.
കുഴപ്പമില്ല കേട്ടോ. ഒരു ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഹണിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തേനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്ട്രാ ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓൾറെഡി ഇതിൽ 98% ഗ്ലിസറിൻ ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടി ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനൊക്കെ ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഹണി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ക്യാവിറ്റിയിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിംഗ് ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. സോപ്പ് മേക്കിംഗ് ജെല്ല്, ഫേസ് വാഷ്, അതുപോലെ തന്നെ ലിപ് ബാം, ഷാംപൂ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ആരും വിളിക്കരുത്, കാരണം ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. വാട്സപ്പ് മാത്രം ഉള്ള നമ്പറാണ്. കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ പറയുന്നത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ആണെങ്കിലും ഷാമ്പൂവിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ വഴി. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ലിപ് ബാമിൻ്റെ ആണെങ്കിലും ഷാമ്പൂവിൻ്റെ ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഞാൻ ഇതിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ്, സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ മോൾഡ്, പെർഫ്യൂം, അതുപോലെ തന്നെ ഗ്ലിസറിൻ, അങ്ങനെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ആവശ്യമുള്ളത് അതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഐകാർഡ്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇതവിടെ അൺമോൾഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഏകദേശം ആഡ് ചെയ്യുന്നതിൻ്റെ അളവ് നമ്മൾ അധികം കൂടുകയും ചെയ്യരുത്, എന്നാൽ കുറയാത്ത രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉറച്ച് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സെറ്റാവാതെ ഞെങ്ങുന്ന പോലെയും അതുപോലെ തന്നെ അങ്ങനെ തൊടുമ്പോൾ ഞെങ്ങുന്ന പോലെയൊക്കെ നമുക്ക് ഫീലാവും. അങ്ങനത്തെ ഒരു പരിവം ആകാതെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ തീരെ സോപ്പൊന്നും ഉണ്ടാക്കാതെ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടാവും അല്ലേ. സോപ്പ് ബേസ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ഇതുവരെ സോപ്പ് ബേസ് കിട്ടാത്തവർ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. കാരണം ഒരു സോപ്പിന് 40 രൂപയാണ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ 2 സോപ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. കാരണം അത്രയും അടിപൊളി റിസൾട്ടാണ്, 100% റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ പിയേഴ്സ് സോപ്പ് അല്ല നോർമൽ സോപ്പ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യുക. ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു സോപ്പിൽ ഞാനത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.